സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മാർക്കണ്ഡേയൻ. എല്ലാവർക്കും അവനോട് അതീവ വാത്സല്യമായിരുന്നു. പക്ഷേ 16 വർഷം മാത്രമേ ആയുസ്സുണ്ടാകൂ എന്നാണ് അവൻ്റെ വിധി. പുത്ര മാർക്കണ്ഡേയ, എന്റെ സ്വപ്നമായിരുന്നു. നീ സൂക്ഷിക്കണം മകനെ, കാലന്റെ നിഴൽ പോലും നിന്നിൽ പെടരുത്. നിനക്ക് 16 വയസ്സ് തികയാറായി. അച്ഛനും അമ്മയും നിന്റെ വിധിയെ ഓർത്ത് സദാ വ്യാകുലരാണ്. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. ജ്ഞാനികൾ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ജനനം പോലെ സ്വാഭാവികമാണ്. എനിക്ക് ജന്മം നൽകിയ ശിവഭഗവാനോട് എൻ്റെ ആയുസ് നീട്ടി നൽകാൻ ഞാൻ പ്രാർത്ഥിക്കും. കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ എന്നെ അനുവദിക്കൂ. ഓം ഹം ജൂം സഃ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാ. ഓം സഃ ജൂം ഹം. ഹേയ് മാർക്കണ്ഡേയ, നിന്റെ തപസ് മതിയാക്കിക്കൊള്ളൂ. നാം യമനാണ്, മൃത്യുവിന്റെ ദേവൻ, യമരാജൻ. ഭൂമിയിലെ നിന്റെ ആയുസ് പൂർണ്ണമായിരിക്കുന്നു. നിന്നെ യമപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ദിഗിരാര പ്രിയതാണ്ഡവ ശങ്കര പ്രകട ശുഭങ്കര പ്രളയ ഭയങ്കര ദിഗിരാര. ഓം പരമേശ്വര പര ഓം നിഖിലേശ്വര ഹര ഓം തത്വേശ്വര വര രാമേര. ഹേ ധർമ്മരാജൻ, എന്ത് ധൈര്യത്തിലാണങ്ങ് എന്നെ ധ്യാനിച്ചിരിക്കുന്ന ഭക്തന് നേരെയും അതിലൂടെ എന്റെ നേരെയും നിന്റെ കാലവാശം എറിഞ്ഞത്? ഭഗവാനെ, ഈ ബാലകന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ജീവനെടുക്കുക, അത് നമ്മുടെ ധർമ്മമാണ്. നമ്മെ അഭയം പ്രാപിച്ച ഭക്തന് നേരെ ഇനിയും അതിക്രമം കാണിക്കാൻ നിനക്കിത്ര അഹങ്കാരമോ? മകനെ മാർക്കണ്ഡേയ, നിന്റെ അചഞ്ചലമായ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിനക്കിനി എന്നും 16 വയസ്സായിരിക്കും. നിനക്ക് മരണമില്ല. മംഗളം ഭവിക്കട്ടെ. എപ്പോൾ മനുഷ്യൻ തന്റെ വിശ്വാസത്തെ ആയുധമാക്കി പോരാടുന്നുവോ അപ്പോൾ വിധി പോലും ബഹുമാനത്തോടെ തലകുനിക്കും. ദൃഢമായ നല്ല ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യാത്രയിൽ ദൈവം സംരക്ഷകനായിരിക്കും.